ശ്രീകൃഷ്ണൻ ഗോപികളുമൊത്ത് യമുനാ നടത്തിൽ നടത്തിയ രാസനൃത്തം രാസലയിലായി, അത് ആനന്ദ നൃത്തമായി. ആനന്ദസ്വരൂപനായ കൃഷ്ണനോട് ചേർന്നപ്പോൾ ഗോപികൾ ശരീരം മറന്ന് ആ ആത്മാവിൽ ലയിച്ചു, അല്ലെ രമിച്ചു. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഒന്നുചേരലാണ് അവിടെ നടന്നത്. പരമപ്രമത്തിൽ എല്ലാം മറന്നപ്പോൾ ഗോപികുമാരുടെ ഉള്ളിലെ കൃഷ്ണനാണ്. അതുകൊണ്ടാണ് ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണൻ തന്നോടൊപ്പം ഉള്ളതായി അനുഭവപ്പെട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടാവിനെ ഓർക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് കഴിക്കുമ്പം മധുരം നുകരുകയും അതോടൊത്തുണ്ടാക്കിയ ആളെ ഓർക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ഭാവമാണ് പൂർണ്ണ കിട്ടേണ്ടത്. അത് നമുക്ക് അത്ര കിട്ടാറില്ല. അത് കുറച്ച് ശാസ്ത്രങ്ങൾ പഠിച്ചവർക്ക് ആ ഒരു ഭാവത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. തലയിൽ കുടവും വെച്ച് നൂൽപ്പാലത്തിൽ കൂടെ നടക്കണമെങ്കിൽ ആ തലയിലും ബാലൻസ് വേണം, കാലിലും ബാലൻസ് വേണം. അത് നല്ല സർക്കസുകാരനെ പറ്റത്തുള്ളൂ. കുറേ നാളും ട്രെയിനിങ്ങിന് ശേഷം അഭ്യസിന് ശേഷം അത് നടക്കുള്ളൂ. തലയ്ക്ക് കുടവും വീഴരുത്, തറ ചവിട്ടിരിക്കുന്ന നൂൽപ്പാലത്തു നിന്ന് കാലും തന്നെ എഴുത്. നൃത്തവും ചെയ്യണം, എന്നാൽ കുടവും വീഴരുത്, താം തറയിലും വീഴരുത്. ഇതുപോലാണ് ലോകത്തിൽ നമ്മുടെ ജീവിതം, ഇന്നത്തെ ജീവിതം. പണ്ടൊക്കെ തലയിൽ കുടം മാത്രം വെച്ചാൽ മതിയായിരുന്നു, വെച്ചുകൊണ്ട് നൃത്തം ചെയ്യാം, വീഴാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കാം. ഇപ്പോൾ അല്ല, നൂൽപ്പാലിലൂടെ നടത്തുക. ഈ ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നിരിക്കുക ലോകമാണ്. അതിൻ്റെ ഇടയിൽ നിന്നൊരു വൈരാഗ്യം എടുക്കണം, വലിയ കഷ്ടമായിരിക്കും. വളരെ വളരെ ജാഗ്രത ഉണ്ടെങ്കിലും ധീരന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ പഞ്ചസാര ഇട്ടിട്ട് വെള്ളം വരാതിരിക്കാൻ പറ്റുമോ? അങ്ങനൊരു വൈരാഗ്യം എടുക്കുക. അത് ധീരം വളരെ ശക്തിയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. അവരുടെ ജീവിതം അവർക്ക് മാത്രമല്ല ലോകത്തിനും ഗുണമാണ്. കാരണം അവർ ആവശ്യത്തിന് എടുക്കുന്നുള്ളു, അവർ ആവശ്യത്തിന് സ്വീകരിക്കുന്നുള്ളു. $10 വാച്ചിട്ടാലും സമയം അറിയും, $10,000 വാച്ചിട്ട് സമയം അറിയും. ആവശ്യത്തിനെടുത്ത് മറ്റുള്ള സഹായിക്കുന്നത്. അവരുടെ വാക്കും നോട്ടവും ചിന്തയും പ്രവൃത്തിയും ലോകത്തിന് ഉപകാരപ്രദമാണ്. അത് ധീരനേ പറ്റുള്ളൂ. അത് ഒളിച്ചോടുന്നവർക്കോ പ്രേമനൈരാശ്യം എന്നവർക്കോ ഒന്നും അല്ല, അത് ധീരന് മാത്രം പറ്റുന്നതാണ്. ഇപ്പം അനേക വിത്ത് പാകിയാൽ എല്ലാം കിളിക്കണമെന്നില്ല. പണ്ടൊക്കെ 1,00,000 പേര് ശ്രമിച്ച ഒരാളെ രക്ഷപ്പെടുമായിരിക്കും എന്ന് പറയും ഗീതയെ. ഇപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല. 1,00,000 പേരിൽ വിലപ്പെട്ടവർക്ക് ആത്മീയം അറിയുള്ളൂ, ഭക്തിയുണ്ട്, ക്ഷേത്രഭക്തിയുണ്ട്. ആധ്യാത്മ ജ്ഞാനം അറിഞ്ഞുള്ള ഭക്തിയില്ല. പിന്നെ ഇറങ്ങുന്നതും ചിലപ്പോൾ 10-25 ലക്ഷത്തിൽ വിലപ്പെട്ടവരെ ആധ്യാത്മത്തിൽ ഇറങ്ങുള്ളൂ. അത് നേടുന്നതും വിലപ്പെട്ടവരായി. അപ്പോൾ ഇന്നത്തെ കാലം അങ്ങനെയുള്ളതല്ലേ. അപ്പോൾ എല്ലാവർക്കും പറ്റിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ കഷ്ടങ്ങളുണ്ടാകും. ചെയ്ത് നഷ്ടപ്പെടുന്നില്ല, അവർ പ്രയത്നിച്ച് നശിക്കുന്നില്ല, എന്നാലും അവരുണ്ടായിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ പിന്നും അത് ഒത്തിരി ഉണർന്ന് വരാം. പിന്നെ ഇത് നമ്മൾ പ്രയത്നിക്കേണ്ട പറയുന്നില്ല. IAS എല്ലാവർക്കും കിട്ടുന്നതല്ല, ഓടിപ്പേര് എഴുതുമ്പോഴായിരിക്കും വിലപ്പെട്ട കിട്ടുന്നത്. പക്ഷെ പഠിക്കുന്നില്ല എല്ലാവരും. 100 പേര് എഴുതുമ്പോൾ ഒരാളായിരിക്കും ജയിക്കുന്നത്. നമ്മളാരും പഠിക്കാതിരിക്കുന്നു ഇല്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എല്ലാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.